നമസ്കാരം. ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നത് സാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ മുൻ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കരിങ്കൊടി കണ്ടാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലായിരുന്നു. അതിലുമുപരി കരിങ്കൊടി കാണിക്കുന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളിലെ കുട്ടികൾക്കെതിരെ വധശ്രമം പോലെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കുന്ന ഫാസിസ്റ്റ് ശൈലിയാണ് അന്ന് ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയത്. എന്നാൽ അത്തരമൊരു കടുത്ത രാഷ്ട്രീയ പകപോക്കലിന്റെ കഥയ്ക്കാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നത്. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച കേസിൽ പോലീസ് ഇപ്പോൾ പൂർണ്ണമായും പിന്തിരിഞ്ഞിരിക്കുകയാണ്. വധശ്രമം പോലെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള അന്തിമ കുറ്റപത്രമാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നോ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചെന്നോ തെളിയിക്കാൻ ആവശ്യമായ യാതൊരുവിധ തെളിവുകളും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതോടെ അന്നത്തെ ആ വലിയൊരു വധശ്രമ കോലാഹലം കേവലം ഒരു കരിങ്കൊടി പ്രതിഷേധമായി മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ കേസിന്റെ പശ്ചാത്തലം കൃത്യമായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഫെബ്രുവരി 25-നായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം നടന്ന ഉടനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സൈബർ വിങ്ങും വലിയ രീതിയിലുള്ള പ്രചാരണമാണ് നടത്തിയത്. മന്ത്രിയെ വധിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചുവെന്നും കഴുത്തിന് ബലം പ്രയോഗിച്ച് അമർത്തി പരിക്കേൽപ്പിച്ചെന്നുമായിരുന്നു ഇവരുടെ പ്രധാന വാദങ്ങൾ. മന്ത്രിയെ മാരകായുധങ്ങളുമായി വന്ന് ആക്രമിച്ചു എന്ന് എഴുതി ചേർത്താണ് പോലീസ് അന്ന് FIR ഇട്ടത്. ഈ കേസിന്റെ പേരിൽ KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അജയ് മാറ്റൂൽ, ബിദുൽ ബാലൻ, മുബാസ്, അഹമ്മദ് യാസിൻ തുടങ്ങിയ വിദ്യാർത്ഥി നേതാക്കളെ ആഴ്ചകളോളം ജയിലിലടച്ചു. അന്ന് കേരളം ഒന്നടങ്കം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച ആ കുട്ടികളുടെ ഒരു കൈവിരൽ പോലും വീണ ജോർജിന്റെ ശരീരത്തിൽ തട്ടിയിട്ടില്ല. ദൂരെ മാറി നിന്നാണ് അവർ കരിങ്കൊടി കാട്ടിയത്. എന്നിട്ടും ഈ മന്ത്രിക്ക് എങ്ങനെയാണ് കഴുത്തിന് പരിക്കേറ്റത് എന്ന് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കള്ളക്കഥയാണെന്ന് അന്ന് തന്നെ വ്യക്തമായതാണ്. തുടക്കത്തിൽ കൃത്യമായ തെളിവുകളൊന്നുമില്ലാതെ വധശ്രമ വകുപ്പ് ചുമത്തിയതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥി നേതാക്കൾക്ക് ജാമ്യം ലഭിക്കാൻ വൈകിയിരുന്നു. എന്നാൽ കേസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ കേസിൽ പ്രതികൾക്കെതിരെ വധശ്രമം തെളിയിക്കാനുള്ള യാതൊരുവിധ നിർണായക തെളിവുകളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇവർക്ക് ജാമ്യം നൽകിയത്. മാത്രമല്ല ഈ കേസിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിന് കർശനമായ നിർദ്ദേശവും നൽകിയിരുന്നു. ഹൈക്കോടതിയുടെ ഈ ശക്തമായ ഇടപെടലോടെയാണ് പോലീസിന് തങ്ങൾ ചമച്ച കള്ളക്കഥ കുറ്റപത്രത്തിൽ നിന്നും മാറ്റേണ്ടി വന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള അക്രമം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളെല്ലാം ഒഴിവാക്കി ഇന്നലെ സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തോടെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് 100% തെളിഞ്ഞിരിക്കുകയാണ്. സ്വന്തം രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കള്ളക്കേസുണ്ടാക്കിയ പോലീസുകാർക്കെതിരെയും അടിയന്തരമായി പുനരന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ KSU ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയമായ വിയോജിപ്പുകളെയും പ്രതിഷേധങ്ങളെയും കള്ളക്കേസുകൾ കൊണ്ടും ജയിൽ അറസ്റ്റുകൾ കൊണ്ടും നേരിടാൻ നോക്കിയ മുൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കിരാതമായ നയങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണിത്. ഈ കള്ളക്കേസിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജമായ പരാതി നൽകി വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാൻ നോക്കിയ മുൻ മന്ത്രി വീണ ജോർജ് കേരളത്തിലെ പൊതുസമൂഹത്തോടും ആ കുട്ടികളോടും പരസ്യമായി മാപ്പ് പറയണമെന്ന്. അന്ന് കള്ളക്കേസ് ചുമത്തിയ നടപടിക്കെതിരെ TO മോഹനൻ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശക്തമായി രംഗത്തെത്തുകയും ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഭരണം മാറിയ പുതിയ സാഹചര്യത്തിൽ ഇത്തരം വ്യാജ പരാതികൾ നൽകി ജനങ്ങളെയും കോടതിയെയും പറ്റിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ഇനി കേരളത്തിൽ നടപ്പില്ല. കരിങ്കൊടി പ്രതിഷേധങ്ങളെ ജനാധിപത്യപരമായി നേരിടാൻ പഠിക്കാത്ത ഇത്തരം നേതാക്കൾക്ക് കോടതി നൽകിയ ഈ പ്രഹരം ഒരു വലിയ പാഠമാണ്. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച കേസിൽ വധശ്രമ വകുപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പോലീസ് അന്തിമ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. KSU പ്രവർത്തകരുടെ വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. വെറും കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരിൽ വധശ്രമവും മാരകായുധ പ്രയോഗവും ചുമത്തി വിദ്യാർത്ഥി നേതാക്കളെ ജയിലിലടച്ച മുൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദൂരെ നിന്ന് കരിങ്കൊടി കാട്ടിയപ്പോൾ എങ്ങനെയാണ് മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റതെന്ന് ചോദിച്ച ജനങ്ങൾക്ക് മുന്നിൽ വീണ ജോർജ് ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ്.